ചായവാലയുടെ ഷോട്ട് ഞാൻ മുന്നേ ഷെയർ ചെയ്തിരുന്നു. അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ആണ് ഇത്. മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി സിറ്റിയിൽ കോഴിക്കോട് റോട്ടിനാണ് ചായവാലയുടെ ലൊക്കേഷൻ വരുന്നത്. കാവുമ്പുറം ഇന്ത്യൻ ഓയിൽ എത്തുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് എക്സാക്റ്റ് ലൊക്കേഷൻ. ഏകദേശം ഒരു ഉച്ചമുക്കാൽ മുതൽ രാത്രി 1 മണി വരെ ഷോപ്പ് ഓപ്പണാണ്. ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര വേണമെങ്കിൽ അവിടെ പോയിട്ട് അങ്ങനെ ഇരിക്കാം. അതായത് അത്ര ഭംഗിയുള്ളൊരു ആംബിയൻസ് ആണ്. ഒരു മടുപ്പ് വരാത്ത, നമുക്ക് ആളുകളായിട്ട് പോയിരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ബിലൗഡ് വൺസിനായിട്ട് പോയിരിക്കാൻ പറ്റുക, ഫ്രണ്ട്സിനായിട്ട് പോകാൻ പറ്റുക, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഇവൻ്റ് ഉണ്ടെങ്കിൽ അത് കണ്ടക്ട് ചെയ്യാൻ പറ്റുക, ഇതിനൊക്കെ പറ്റിയൊരു ഏരിയയാണ് ദ ചായ്വാല. ഔട്ട്ഡോറായിട്ട് ഒരുപാട് സീറ്റിംഗ് ഏരിയ ഉണ്ട്. ഇത് അതിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും. ഉള്ളിലും സീറ്റിംഗ് ഉണ്ട്. പക്ഷെ ഇതിൻ്റെ ഔട്ട്ഡോറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരെ നമ്മളെ മുമ്പിൽ ചെടി, പൂക്കൾ, ഇലകൾ ഇതിൻ്റെയൊക്കെ നടുവിലായിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ഇതിന് ശാരി ഇരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് കിട്ടും. അതായത് വി ആർ മോർ കണക്റ്റഡ് ടു നാച്ചുറൽ. ഇതാണ് അവരുടെ ചായയുടെ മെനു. ജ്യൂസുകളും കടിക്കാനുള്ള ഐറ്റംസായിട്ട് വേറൊരു മെനു സെപ്പറേറ്റ് തന്നെ ഉണ്ട്. ഇനി ചെറുകടികൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് പോയിട്ട് സെലക്ട് ചെയ്യാം. എന്തായാലും ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡുകൾ മൊത്തത്തിൽ ടേബിളിൽ സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് പണി തുടങ്ങാം. എൻ്റെ ഒരു ഡെയിലി സ്പോട്ടാണ് ചായവാല എന്ന് വേണമെങ്കിൽ പറയാം. ഏറെക്കുറെ എല്ലാ ദിവസവും ഞാൻ അവിടെ പോകാറുണ്ട്. ലോഡർ ഫ്രൈസ് ഇവിടെ ഒരു 5-6 ഐറ്റം ഉണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒന്നാണ് നമ്മളെടുത്തത്. അതിൽ തന്നെ ഈ ഓരോ സ്പൂണിലും അല്ലെങ്കിൽ ഓരോ ഫോർക്കിലും നമുക്ക് വിത്ത് മീറ്റ് കടിക്കാൻ കിട്ടുന്നുണ്ട്. ഫിയസ്റ്റ ലോഡർ ഫ്രൈസ്, ഇതായിരുന്നു നമ്മളെടുത്ത ഐറ്റത്തിൻ്റെ പേര്. ഏകദേശം 210 എൻ്റെ ചാർജ് വരുന്നത്. അതുപോലെ അവിടെ വരുന്ന മറ്റൊരു ഐറ്റമാണ് ബോബ ഷേക്സ് ആൻഡ് ബോബ ടീസ്. നിങ്ങൾ ചായ ഓൾറെഡി സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബോബ ഷേക്കാണ് പിന്നെ അവിടെ നിന്ന് എടുത്തുള്ളത്. മാംഗോലാണ് എടുത്തുള്ളത്. സാധനം ഓക്കെയാണ്. അതേപോലെ തന്നെ വ്യത്യസ്ത ബർഗേഴ്സ് അവിടെ വരുന്നുണ്ട്. തവയിൽ ചിക്കനിൽ, തവയിൽ തന്നെ ബീഫിലും അവർ തന്നെ പാറ്റിയായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ബർഗേഴ്സും അവിടെ അവൈലബിൾ ആണ്. ഇത് നോർമൽ ചിക്കൻ ബർഗറാണ്. ഞാൻ ചെന്ന സമയത്ത് അവിടെ സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് കിട്ടിയിട്ടില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ ഫ്രോസൺ പാറ്റി വാങ്ങിയിട്ട് അല്ലെങ്കിൽ സിംഗർ ചെയ്തിട്ട് ബർഗർ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് എന്തായാലും അവിടെ തവയിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്തെടുക്കുന്ന ബർഗേഴ്സിന് പൊതുവെ ഉണ്ടാവാറുണ്ട്. അതേപോലെ അവിടെ നിന്ന് എടുത്ത മൊജിറ്റോ സ്പൈസി ഓറഞ്ച് 130 എൻ്റെ ചാർജ് വരുന്നത്. സാധനം ടേസ്റ്റ് ഉണ്ട്. മൊജിറ്റോ എടുക്കാൻ താല്പര്യപ്പെടുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മോമോസും ഒരു 5-6 ഐറ്റം അവിടെ വരുന്നുണ്ട്. ഞാനതിൽ എല്ലാതും ഓരോ പീസ് മിക്സ്ഡ് ആയിട്ട് വരുന്ന പ്ലാറ്റർ മോഡലാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ എനിക്ക് ഒരു ഫേവറേറ്റ് ആയിട്ട് തോന്നി, അതായത് ഒരു ഹണി ആൻഡ് ചില്ലി എന്നുള്ള മോഡൽ, ഹണീൻ്റെ ഒരു ഫ്ലേവർ വരുന്ന ഒരു മോമോസാണ് അത്. സാധനം എനിക്ക് ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് വീണ്ടും അത് ഓർഡർ ചെയ്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. 100 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 220 വരെ, അതായത് ഇതിൻ്റെ ഇടയിൽ വ്യത്യസ്ത ഫ്ലേവറിൽ വ്യത്യസ്ത മോമോസ് അവിടെ അവൈലബിൾ ആണ്. ചായയുടെ വലിയൊരു കളക്ഷൻ തന്നെ അവിടെ ഉണ്ട്. വ്യത്യസ്ത വെറൈറ്റി നമ്മൾ കേൾക്കാത്ത ഐറ്റം ചായകളും അവിടെ ഉണ്ട്. ഞാൻ അവിടെ നിന്ന് എടുത്തത് 3 ടൈപ്പ് ആയിരുന്നു. ഒന്ന് റോസ് ആൻഡ് കാർഡമൻ. എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യാണ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും പറ്റേണ്ട ഒരു ഫ്ലേവറാണ്. പിന്നെ ഒന്ന് വരുന്നത് ലെമൺ ഗ്രാസ് ആണ്. അതേപോലെ സാഫ്രോണിൻ്റെ ടീയും അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്തു. സാധാരണ നോർമൽ ചായക്ക് അവിടെ സിഗ്നേച്ചർ ടീ എന്നാണ് വരുന്നത്. അത് ഓക്കെയാണ്. അതേപോലെ തന്നെ ഞാൻ അവിടെ നിന്ന് ചോക്ലേറ്റിൻ്റെ ചായയും ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സാധനം ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ RR ബൈറ്റ്സിൻ്റെ പുതിയൊരു ലൊക്കേഷനായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.